ഹലോ, ജയാസ് വെറൈറ്റി ബ്ലോഗിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരു മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ എല്ലാവരും ഒന്നിച്ചെടുക്കുവാണോ? ഞാൻ ഒന്നിച്ചെടുക്കുക കേട്ടോ. പിന്നെ തീരുന്നതൊക്കെ പിന്നെ കുറച്ച് മേടിക്കും, അത്രേ ഉള്ളൂ. അല്ലെ പലവ്യഞ്ജനം എല്ലാം ഒന്നിച്ചെടുക്കും, പച്ചക്കറി ഇടയ്ക്കെല്ലാം പോയി മേടിക്കും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വീട്ടുചെലവ് ഞാൻ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പം ഇന്ന് നമ്മൾ സാധനം എടുക്കുന്ന ദിവസമാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഞാനൊരു ലിസ്റ്റ് എഴുതും. എനിക്കൊരു ബുക്കുണ്ട്, ഹോംവർക്ക് എഴുതുന്ന പോലത്തെ ഒരു ബുക്കുണ്ട്. ഞാൻ കോപ്പി അടിച്ചു എഴുതും. പണ്ടത്തെ ഓർമ്മയുണ്ടേ കോപ്പി അടിച്ചൊക്കെ എഴുതുന്ന കാര്യങ്ങൾ. അന്ന് കോപ്പി അടിച്ച് എഴുതിയോണ്ട് ഇന്നും അതിന് പ്രയോജനമുണ്ട്. കാരണം ലിസ്റ്റ് എഴുതുമ്പോഴത്തേക്കും, സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതുമ്പോഴത്തേക്കും കോപ്പി അടിച്ച് നമുക്ക് എഴുതാമല്ലോ. അതാണ് എൻ്റെ മെയിൻ കാര്യം. അപ്പം ഇന്നത്തെ കോപ്പി അടിച്ചെഴുതുന്ന എങ്ങനെയാണെന്നും എൻ്റെ ലിസ്റ്റ് എങ്ങനെയൊക്കെ എഴുതുന്നെന്നും ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു വർഷം ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്കിപ്പ് ചെയ്ത് കാണുന്നവരത് കേൾക്കത്തില്ല. മിക്കവരും സ്കിപ്പ് ചെയ്താ കാണുന്നത്, അപ്പൊ അത് കേൾക്കത്തില്ല. അപ്പൊ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞാൽ എല്ലാവരും ഇൻട്രൊഡക്ഷൻ എന്നാന്ന് അറിയുമല്ലോ. അപ്പം മുടി നരച്ച മുടിയെ കറുപ്പിക്കാന്നുള്ള ഇന്നലത്തെ ഇതിനകത്ത് കമന്റ് ഞാൻ കണ്ടു. ചേച്ചി ചേട്ടന്റെ മുടി ആദ്യം കറുപ്പിച്ച് നോക്കിക്ക്, അപ്പൊ എളുപ്പമുണ്ടെന്നുള്ള ഒരു ധാരണ. അതൊരു പുണ്യഭാവമാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പുണ്യിക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർ പഠിച്ചത് അതായിരിക്കും. അവരുടെ വീട്ടിലെ അവസ്ഥകളോ അവരുടെ ആ ക്യാരക്ടറോ ആ പുച്ഛഭാവത്തിലൂടെ ആയിരിക്കും അവരുടെ ജീവിത രീതി കേട്ടോ. അങ്ങനെ നമ്മൾ അവരെ ഒരിക്കലും നന്നാക്കാൻ പറ്റത്തില്ല. കാരണം പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമ്മയുടെയും ചേട്ടന്റെയും മുടി ഒന്ന് നരച്ച മുടിയെ കറുപ്പിക്കരുത്. ആ ഒരു ബഹുമാനം അമ്മയ്ക്ക് കൊടുക്കാത്ത അവരുടെ ആ ഒരു എന്താ പറയണ്ടേ, ആ ഒരു അനുഭവം ഓർത്തേ. ഇത്രയും പ്രായമുള്ള അമ്മയ്ക്ക് ഡൈ ചെയ്യാൻ വേണ്ടി നമ്മളോട് പറയുന്നത് എത്രമാത്രം ഒന്ന് ഓർത്തു നോക്കിക്കുക. അവരുടെ ആ അവസ്ഥ, അവരുടെ ആ ക്യാരക്ടർ, അവരുടെ ആ ജീവിത രീതി, അവരുടെ ആ സ്വഭാവം, അവരുടെ ആ കാഴ്ച, ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ സ്വന്തമായിട്ട് അത് ആരാ പറഞ്ഞെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പൊ രാവിലെ എന്റെ കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ. കുളി കഴിഞ്ഞെന്ന് പറയണ്ടേ, കഴിഞ്ഞ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്നായിരുന്നു കഴിച്ചത് ഓർമ്മയൊന്നും നിൽക്കുന്നില്ല, കിടവിയായില്ലേ. എന്നായിരുന്നു ഇന്ന് കഴിച്ചത് നമ്മള്? ദോശ, സാമ്പാർ, ചമ്മന്തി ആയിരുന്നു കേട്ടോ. അത് ഞങ്ങള് കഴിച്ചു. പിന്നെ എന്തായിരുന്നു, കൊഴുവിരിപ്പുണ്ടായിരുന്നല്ലോ ഫ്രീസറിനകത്ത്, സൂക്ഷിച്ച് ശലം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞ ആ സമയം കൊണ്ട് തന്നെ രാവിലെ തന്നെ മൂത്ത മോൻ ഓഫീസിൽ പോയി, രണ്ടാമത്തെ മോൻ കോളേജിൽ പോയി. രണ്ടുപേർക്കും മുട്ട മതി എന്ന് പറഞ്ഞിട്ട് മുട്ട ചിക്കി തോരനാക്കി വെച്ച് രണ്ടുപേർക്കും കൊടുത്തു വിട്ടു. പുളിശ്ശേരി ഉണ്ടായിരുന്നു, പിന്നെ മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. അവർക്കുള്ളത് കൊണ്ട് കൊടുത്തു വിട്ടു. അവരങ്ങ് പോയേ. ഇനി നമ്മുടെ പരിപാടികൾ ചെയ്തത്, കൊഴുവ പീര വെച്ചു, പിന്നെ ബീൻസ് എടുത്ത് തോരൻ വെച്ചു. അല്ല ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, കാണിക്കണ്ടല്ലോ എന്ന് ഓർത്താ. ബീൻസ് തോരൻ, കൊഴുവ പീര, പിന്നെ പുളിശ്ശേരിക്ക് തൈര് കടയിൽ കിടക്കുവാണ്. ഇപ്പൊ ഒന്ന് പുറത്തു പോകുന്നുണ്ട്, സാധനത്തിന്റെ ഒക്കെ ലിസ്റ്റ് എല്ലാം എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മുമ്പിൽ നിന്ന് സാധനത്തിന്റെ ലിസ്റ്റൊക്കെ ഇന്ന് എഴുതാം കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ പറഞ്ഞുകൊണ്ടിരുന്ന് എഴുതാവേ. പിന്നെന്താ, ചോറും എല്ലാം ആയി, ഇനി ലിസ്റ്റ് എഴുതിയാൽ മാത്രം മതി കേട്ടോ. അപ്പൊ നമുക്ക് ലിസ്റ്റ് എഴുതാം. ഇതാണ് എൻ്റെ ബുക്ക് കേട്ടോ. ഇതിനകത്ത് എഴുതിയിട്ട് കടയിലോട്ട് ഏൽപ്പിക്കുവാണ്. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇന്നിപ്പോൾ എത്രാം തീയതി പിള്ളേരെ? ഇന്ന് 5-ാം തീയതി ആയല്ലേ. അപ്പം നമുക്ക് ഇത് സൗദിയിലെ ബുക്കാണ് കേട്ടോ. സൗദിയിൽ നിന്ന് ചേട്ടൻ കൊണ്ടുവന്ന ബുക്കാണ്. അപ്പം നമ്മൾ പണ്ടത്തെ പോലെ മാർജിൻ വരയ്ക്കും. മാത്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർജിൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ വെച്ചായിരുന്നു വരച്ചോണ്ടിരുന്നത്. പക്ഷേ ഇത് കണ്ടോ, മൊബൈൽ വെക്കുന്ന സാധനം. പക്ഷേ മൊബൈൽ നമ്മൾ ഇപ്പം വീഡിയോ എടുക്കുമല്ലേ, അതുകൊണ്ട് നമുക്ക് മൊബൈൽ വേണ്ട. എന്തെങ്കിലും വെച്ച് മാർജിനിടുക. മാർജിനിട്ടില്ലേ സാറ് വഴക്ക് പറയും. നമ്മുടെ അവിടെ സാറുമാരുണ്ട്, 3 പേരുണ്ട്. ഓണറുമുണ്ട്, 2 സാറുമാരും. അവർ ചീത്ത വിളിക്കും മാർജിനിട്ടില്ലേ. പിന്നെ ഓണർ കാണിച്ചു വെക്കുന്ന ഇങ്ങനെ
2 വെട്ട്. എന്താണെന്നറിയാം, ഇവിടം വരെ ഞാൻ എഴുതാതിരിക്കാം. എനിക്ക് ഇടയ്ക്ക് ഹോംവർക്കൊക്കെ തരാറുണ്ട്. കാരണം അങ്ങനെ വെട്ടിയിട്ടാൽ ഞാൻ അവിടെ എഴുതുക, അല്ലെ ഞാൻ അങ്ങ് വരെ എഴുതിപ്പോവും. എനിക്ക് ആദ്യം മനസ്സിലായില്ല ഈ വെട്ട് കണ്ടിട്ടേ. അപ്പം ഞാൻ വീണ്ടും ആ വെട്ട് ഇതെന്നാ പരിപാടിയായി, ഇതാ പിള്ളേരുടെ പരിപാടിയായിരിക്കും ഈ വെട്ടിയിട്ടേക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, വീണ്ടും ഞാൻ ആ താഴെ വരെ അങ്ങ് വെട്ടില്ലാത്ത ഭാഗം നോക്കി ഒരു പേജ് മാറ്റിയിട്ട് ഇപ്പുറത്തോട്ട് എഴുതി. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൊണ്ട് കൊടുത്തപ്പോൾ പുള്ളി ചോദിച്ചു, ഇതെന്ത് പരിപാടിയാണ് കാണിച്ചത്? സാർ വഴക്ക് പറഞ്ഞു. എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഞാൻ വെട്ടിയിടുന്ന എന്തിനാന്ന് വെച്ചാൽ അവിടം വരെ എഴുതാതിരിക്കാനാണെന്ന് പറഞ്ഞു. കുട്ടിയോട് പറഞ്ഞു. കുട്ടി ഓർത്തു കുട്ടി പൊട്ടിയല്ലേ. കുട്ടി വിചാരിച്ച് അത് പിള്ളേര് വെട്ടിയതായിരിക്കും. ഞാൻ പറഞ്ഞപ്പോൾ സാറിനോട് ശരി, ഞാൻ ഓർത്തില്ല, എനിക്കറിയില്ലായിരുന്നു, ഞാൻ ഇനി അങ്ങനെ ചെയ്യത്തില്ല. പക്ഷെ ചെയ്യുമ്പോൾ എഴുതി പോകുമ്പോഴെല്ലാം ഈ വെട്ടിൻ്റെ അവിടം വരെ അങ്ങ് എഴുതി പോകും. ഇവിടെ കണ്ട വെട്ടിയിട്ടേക്കുന്നത്, ഇങ്ങനെ ഒരു ലൈൻ വെട്ടിയിടുന്നത് ഇവിടെ കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവർ വെട്ടിയിടുന്നത്. എന്ത് ചെയ്യാനാ, പൊട്ടത്തരം ഞാൻ കാണിക്കും അല്ലേ. പോട്ടെ, സാരമില്ല. അപ്പം നമുക്ക് ഇന്ന് എത്ര ഡേറ്റ്? 5 ഏത് മാസം പിള്ളേരെ? ഓഗസ്റ്റ് ആകുമ്പം എണ്ണി നോക്കും കേട്ടോ. നിങ്ങൾ തന്നെ വലിയ ഇത് ബുദ്ധിയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പക്ഷെ ബുദ്ധിയൊന്നുമില്ല. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 8 മാസം. 5, 8, 24 എന്നാലും അറിയാം. 2024 ഓക്കെ ആയില്ലേ? മൺഡേ എന്നൊന്നും എഴുതണ്ട കേട്ടോ, നമ്മൾ പരീക്ഷ ഒന്നും എഴുതാൻ പോലല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എഴുതുന്നത് എന്നാണെന്നറിയാമോ? സവാള നമുക്ക് എത്ര എഴുതിയാലും തികയത്തില്ല, അങ്ങനൊരു ഗുണമുണ്ട് അല്ലേ. സവാള ഇവിടെ ഞങ്ങൾ ആദ്യം കടയിൽ നിന്ന് ഒരു 5 കിലോ മേടിക്കും വാങ്ങിക്കുമ്പോൾ. പിന്നെ ചേട്ടൻ ഒരു 2-3 പ്രാവശ്യം വീണ്ടും കൊണ്ടുവരും 2 കിലോ ഒക്കെ. സവാള വഴറ്റി ഞങ്ങളെല്ലാവരും തിന്ന് തന്നെ നമ്മുടെ ജീവിതം തീർന്നു. അപ്പോൾ സവാള ഇപ്പം ഞങ്ങൾ എഴുതുമ്പോൾ 5 കിലോ എഴുതും. പക്ഷെ ഞാൻ പറയായിരുന്നു വീണ്ടും ഓർമ്മയുണ്ട് സബോള എന്നും. എല്ലാവർക്കും അറിയാലോ സബോളയുടെ സബോള വേണം. പിന്നെ എഴുതുന്നത് കോഴിത്തീറ്റ, നമ്മുടെ മുട്ട കോഴിത്തീറ്റ വേണം. മുട്ട കോഴിത്തീറ്റ എഴുതുമ്പോഴത്തേക്കും അത് പൂവനെ കൊടുത്തോണ്ട് പിന്നെ അത്രയും വലിയ തീറ്റയ്ക്ക് ആവശ്യം വരുന്നില്ല കേട്ടോ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കും. അതും ഫസ്റ്റിലെ എഴുതുമ്പോൾ 5 കിലോയാ മേടിക്കുന്നത്. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ 1 കിലോ വാങ്ങിക്കും. ഉരുളക്കിഴങ്ങ് പിന്നെ കൂടുതലും പിന്നെ ഒരു പ്രാവശ്യം കൂടെ ആവശ്യം വരത്തുള്ളൂ. എന്തോ ഉരുളക്കിഴങ്ങിന് ഒത്തിരി ഒന്നും ആവശ്യം വരത്തില്ല കേട്ടോ. ഇപ്രാവശ്യം പഞ്ചസാര കുറേ നിന്നു കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യൂസ് കലക്കലില്ലായിരുന്നു ഈ മാസം. അതുകൊണ്ട് ഒരു 5 കിലോ പഞ്ചസാരയെങ്കിലും 5 അല്ല 3 കിലോ എങ്കിലും കുറയ്ക്കാം. കാരണം അങ്ങനെ ഇരിപ്പുണ്ട് വലിയ ടിന്നിനകത്തെ പഞ്ചസാര. അതുകൊണ്ട് എനിക്ക് ഇത്തവണ എല്ലാ പ്രാവശ്യം 6 കിലോ പഞ്ചസാര എഴുതുന്നത്. ഞാൻ എന്താണേലും ഇത്തവണ 4 കിലോ എഴുതുന്നത് കേട്ടോ. പഞ്ചസാര ഇരിപ്പുണ്ട്. അല്ല അപ്പൊ തികഞ്ഞില്ല, വീണ്ടും എന്നാ 3 കിലോ എഴുതും. ചേട്ടൻ പറഞ്ഞു 3 കിലോ എഴുതും, വേണമെങ്കിൽ മേടിക്കാമല്ലോ. പഞ്ചസാര അപ്പോഴത്തേക്കുണ്ടല്ലോ ഇഷ്ടംമാതിരി. എല്ലാവർക്കും അറിയാലോ ഞങ്ങൾ ചൈനീസ് ഓറഞ്ച് ജ്യൂസ്. പക്ഷെ ഈ മാസം കലക്കിയില്ല, അധികം 8 എങ്ങാണ്ടൊക്കെ കലക്കിയിട്ടുള്ളൂ കേട്ടോ. പോരാത്തതിന് അമ്മ ഹോസ്പിറ്റലിലായിരുന്നു, അങ്ങനെയൊക്കെ ഞങ്ങൾ ജ്യൂസ് അങ്ങനെ എടുത്തിട്ടില്ല. ഇപ്പം പഞ്ചസാര എടുത്തു. പിന്നെ സാമ്പാർ പൊടി ഞാൻ എഴുതുമ്പോഴത്തേക്കുണ്ടല്ലോ ബ്രാഹ്മിൺസാ. നിങ്ങളൊക്കെ എന്താ സാമ്പാർ പൊടി ഉപയോഗിക്കുന്നത്? ഞാൻ ബ്രാഹ്മിൺസിൻ്റെ കേട്ടോ. ബ്രാഹ്മിൺസിൻ്റെ ഒരു 3 പാക്കറ്റ് വാങ്ങിച്ചു വെക്കും കേട്ടോ. അപ്പം എനിക്ക് കറക്റ്റായിട്ട് തികയും. പിന്നെ അതിനൊന്നും പോകേണ്ട ആവശ്യം വരത്തില്ല. സാമ്പ്രാണി നമുക്ക് ഇരിപ്പണ്ടേ, അത് മേടിക്കുന്നില്ല കേട്ടോ. വിളക്കിത്തിരി ഇരിപ്പണ്ടേ. പിന്നെ നമ്മൾ പിരിയമുളക് പൊടി ഈസ്റ്റേൻ്റെ ഞാൻ മേടിക്കുന്നത് കേട്ടോ. പിരിയമുളക് പൊടി ഈസ്റ്റേൺ, പിരിയൻ മുളക് പൊടി ഈസ്റ്റേൻ്റെ 3 പാക്കറ്റ് അത് മേടിക്കുക. പിന്നെ നമ്മൾ കറുത്ത കടല, കുറേ നാളത്തേക്ക് നമ്മൾ വെളുത്ത കടലയായിരുന്നു. അപ്പം കറുത്ത കടലയ്ക്കാണ് ഗുണം. അമ്മ കേൾക്കാൻ വന്നിരിപ്പുണ്ട്, ഡ്രസ്സൊക്കെ മാറി വന്നിരുന്ന കേട്ടോ. വെളുത്ത കടലയ്ക്ക് ഗുണമില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഏതായാലും നമ്മൾ കടല മേടിക്കുന്നുണ്ടല്ലോ, അപ്പം നമുക്ക് കറുത്ത കടല പോരെ.
കറുത്ത കടല നമ്മൾ 1 കിലോ വാങ്ങിക്കും. കാരണം എപ്പോഴും കടലക്കറി ഒക്കെ വെക്കാനുള്ളതാണ്. പിന്നെ നമ്മുടെ സാമ്പാർ പരിപ്പ്, തുവരപ്പരിപ്പില്ലേ, അതാണ്. സാമ്പാർ പരിപ്പും 1 കിലോ വാങ്ങിക്കും. അതൊക്കെ അത്രയും തന്നെ മതി കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യം വരത്തില്ല, ഒറ്റ മാസത്തേക്കുള്ളതാണ്. പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് സർഫ് ലിക്വിഡ് ടോപ്പ്, അങ്ങനെ എഴുതുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഇതൊക്കെ ഡെയിലി എല്ലാ മാസവും മേടിക്കുന്നതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിൻ്റെ വലുതാണ് വാങ്ങിക്കുന്നത് കേട്ടോ, അത് മേടിക്കും. അയ്യോ, നമ്മുടെ ഉപ്പുപൊടി 1 പാക്കറ്റ്, ഉപ്പുകല്ല് 1 പാക്കറ്റ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തില്ലാത്ത സാധനം ഉലുവ ഒക്കെ വല്ലപ്പോഴും അല്ലേ വാങ്ങിക്കത്തുള്ളൂ, അതിനൊന്നും ഒത്തിരി ചിലവില്ലല്ലോ. ഉലുവ 1 പാക്കറ്റ്. പിന്നെ നമുക്ക് കടുക് ഇതൊക്കെ 3-4 മാസം കൂടുമ്പോൾ എനിക്ക് വാങ്ങിച്ചാൽ മതി കേട്ടോ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നോക്കട്ടെ, നമുക്ക് ഞാൻ എങ്ങനെയാണെന്നറിയാം, കോപ്പി അടിക്കുന്ന കണ്ടോ, ഇപ്പുറത്തെ വശത്ത് പണ്ടത്തെ സ്വഭാവം കോപ്പിയടി സ്വഭാവമൊക്കെ ഉണ്ട് എനിക്ക് കേട്ടോ. കൊച്ചിലെ കോപ്പി അടിച്ച് കഴിച്ച് വെളിച്ചെണ്ണ 2.250. പിന്നെ നമ്മുടെ ഉഴുന്നില്ലാഞ്ഞിട്ട്, ഇന്നലെയാ തീർന്നത് കേട്ടോ. ഉഴുന്ന് ഇന്നലെ കുറവായിരുന്നു. അരി ഉഴുന്നും വെള്ളത്തിൽ ഇട്ടപ്പോഴത്തേക്കും ദോശയ്ക്ക് ഇച്ചിരി സോഫ്റ്റ് കുറവില്ലായിരുന്നു കേട്ടോ. അത് ഉഴുന്ന് ഇച്ചിരി കുറവായിരുന്നു. ഉഴുന്നൊരു ശകലേ ഉള്ളായിരുന്നു. ഉഴുന്ന് അതുകൊണ്ട് അത് നമ്മൾ മേടിച്ചില്ലായിരുന്നു. മേടിച്ചത് ഉഴുന്ന് തീരാറില്ല കേട്ടോ. ഉഴുന്ന് ഇപ്പോൾ 5-ാം തീയതി 5-ാം തീയതി ആയില്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കെല്ലാം നമ്മളത് വെള്ളത്തിലിട്ടായിരുന്നു. അതുകൊണ്ടാണ്. പച്ചരി വേണ്ട, പച്ചരി ഞങ്ങൾ റേഷൻ കടയിലെ വാങ്ങിക്കുന്നു കേട്ടോ. എല്ലാവരും റേഷൻ കടയിലെ പച്ചരി അല്ലേ, ഞാനത് പറയാറുണ്ടല്ലോ. നമ്മൾ വലിയ ആൾക്കാരൊന്നും അല്ല കേട്ടോ, ഞങ്ങളും പച്ചരി റേഷൻ കടയിൽ നിന്നൊക്കെയാണ് മേടിക്കുന്നത്. നമ്മൾ സാധാരണ ആൾക്കാരാ, നമുക്കങ്ങനെ വലിയ വലിപ്പമൊന്നുമില്ല. പിന്നെ നനയ്ക്കുന്ന സോപ്പ് റിന്നിൻ്റെയാണ് മേടിക്കുന്നത് കേട്ടോ, അത്1 മാസം നിൽക്കും. പിന്നെ നമ്മൾ തൈര് ഇത് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് പുളിശ്ശേരി വെക്കാം. അപ്പോൾ തൈര് 3 എഴുതി, ഇത് കൊണ്ടുവന്നിട്ട് വേണം പുളിശ്ശേരി വെക്കാൻ. കാരണം അരച്ചൊക്കെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ പേടിക്കണ്ട. കാണത്തില്ലല്ലേ, നിങ്ങൾക്ക് കാണാവോ? കാണാം. പിന്നെ നിങ്ങൾ വിചാരിക്കല്ലേ ഇവക്ക് എന്നാ സുഖേടാ ഞങ്ങളെ കാണിക്കാം. അല്ല കേട്ടോ, അങ്ങനെയൊന്നുമല്ല. നമ്മളെല്ലാം അറിയണ്ടേ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ നമ്മളും മേടിക്കുന്നത്. മഞ്ഞപ്പൊടിയൊന്നും വേണ്ട, എല്ലാം ഇരിപ്പണ്ടേ. വറുത്ത റവ വേണം കേട്ടോ. വറുത്ത റവ 1 കിലോ. പിന്നെ നമ്മുടെ വറുത്ത റവ എഴുതിയ പുട്ടുപൊടി കേക്കയുടെയോ അജ്മീരോ ഏതെങ്കിലും ഒക്കെ ആണെങ്കിലും മേടിക്കും കേട്ടോ. കേക്കയോ പീപ്പിയോ ഏതെങ്കിലുമൊക്കെ ആയിട്ട് മേടിക്കാം. കേക്ക് 1 കിലോ. അതൊക്കെ നല്ല പുട്ടുപൊടി കേട്ടോ, കേക്കയുടെയൊക്കെ. അജ്മീർ നല്ല. പിന്നെ പാരച്ചൂട്ട് നമ്മുടെ മുടി സംരക്ഷണം വലുത് അല്ലേ മേ? പാരച്ചൂട്ട്. പിന്നെ പിന്നെന്താ, എണ്ണ തീർന്നിട്ടാ വാങ്ങിക്കുന്നത്. നല്ലെണ്ണ തീർന്നിട്ടേ ഉള്ളൂ. തിരിയും സാമ്പ്രാണി എല്ലാം ഇരിപ്പുണ്ട്, അതെല്ലാം തീർന്നിട്ടേ വാങ്ങിക്കത്തുള്ളൂ. രാജമ്മയാണ് നമ്മുടെ അമ്മയാണെങ്കിലുണ്ടല്ലോ, ഈ മാസം എഴുതുമ്പോൾ അതെല്ലാം ഫുള്ളങ്ങ് എഴുതും. ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. നമുക്ക് ഇഷ്ടംമാതിരി ഇരിപ്പുണ്ട്, അത് തീർന്നിട്ടങ്ങ് വെച്ചാൽ മതി. പിന്നെ എന്നാ, വെളുത്തുള്ളിയുണ്ട്, വറ്റൽമുളകുണ്ട്. ഇത് തീർന്നു. ഈന്തപ്പഴം മേടിക്കും കേട്ടോ. ഈന്തപ്പഴവും കശുവണ്ടിപ്പരിപ്പ്. എന്നാന്നറിയാവോ, നമ്മൾ ജ്യൂസും കൂടെ ഉണ്ടാക്കുന്നില്ലേ കൊച്ചിന്, ഞാൻ പറഞ്ഞില്ലേ അന്ന് വണ്ണം വെക്കാനുള്ള. അപ്പം
ഈന്തപ്പഴം ഒരു പാക്കറ്റ് വാങ്ങിക്കും. കശുവണ്ടിപ്പരിപ്പ് ഇരിപ്പുണ്ട് കേട്ടോ അമ്മേ, അതൊക്കെ ഇരിപ്പുണ്ടമ്മേ. ആരോടും കേൾക്കുന്നേ ഇല്ല. പിന്നെ ഞാൻ ഓർക്കുന്ന അങ്ങ് എഴുതുന്നുണ്ട്. പച്ചമുളക് 1/4 കിലോ, അതൊക്കെ 1/4 കിലോ ഒക്കെ മതിയേ. പിന്നെ ഞാൻ കോപ്പി അടിക്കും ഇപ്പുറത്തോട്ടെ. ചില മാസത്തിൽ ചിലത് തീരാത്തപ്പം നമ്മൾ ഈ മാസത്തിൽ മേടിക്കാറില്ല. അപ്പം നമ്മൾ ഇപ്പുറത്തോട്ട് നമ്മുടെ തേയില 1 കിലോ 2 കിലോയോളം ഞങ്ങൾക്ക് വേണം ഒരു മാസത്തിൽ. അപ്പം ലുലുവിൽ നിന്ന് മോൻ വന്നപ്പോഴത്തേക്കും മേടിച്ചുകൊണ്ട് വന്നായിരുന്നല്ലോ 1 കിലോ തേയില. അപ്പം നമ്മൾ ഇപ്രാവശ്യം 1 വാങ്ങിച്ചാൽ മതി. 1 കിലോ AVT. പിന്നെ ഉപ്പൊടി ഉഴുന്ന് അതൊക്കെ എഴുതിയിട്ടുണ്ട്. റിംഗ് സോപ്പ്, വറുത്തറവ് പുട്ടുപൊടി, ഉലുവ, സവോള, ഉള്ളി നമുക്ക് കുറച്ചിരിപ്പുണ്ട്. 1/2 കിലോ ഞാൻ ഉള്ളി കേട്ടോ. 1 കിലോ ഞാൻ മേടിക്കുന്ന കുറച്ചിരിപ്പുണ്ട്. അപ്പം നമ്മൾ പിശുക്കണ്ടേ 1/2 കിലോ, അത് മതി, അതിൻ്റെ ആവശ്യമാണ്. പിന്നെ നമ്മൾ സർഫ് എക്സൽ ഇതെല്ലാം എടുത്തു. കായപ്പൊടിയൊക്കെ ഉണ്ട്. വെളിച്ചെണ്ണ എഴുതി, വേറെ എന്നാല് കറുത്ത കടല, തോരപ്പരിപ്പ്, സർഫ്, പാരച്ചൂട്ട്, ഉപ്പ്, കല്ലുഴുന്ന്, റിംഗ് സോപ്പ്, നല്ലെണ്ണ ഇപ്പം വേണ്ട, വെളിച്ചെണ്ണ, ചെറുപയർ ഉണ്ടോ എന്ന് നോക്കട്ടെ. ബൂസ്റ്റ്. അയ്യോ പിള്ളേരുടെ ആണ്ടെ കണ്ടോ, സാറ് വെട്ടിയിട്ടടുത്ത് വീണ്ടും എഴുതിപ്പോ അറിയാതെ സാരമില്ല. എന്തായിരുന്നു ബൂസ്റ്റ് അര മതി കേട്ടോ. 1 മാസം 1 മതി, ഒത്തിരി ഒന്നും ഇടണ്ടല്ലോ. 4 ഇടാം, കുഴപ്പമില്ല. ബൂസ്റ്റ് വേറെ എന്നാ നോക്കട്ടെ. സോപ്പ് പൊടി ഇതൊക്കെ ഉണ്ട്. സോപ്പ് പൊടി വേണ്ട, ലുലുവിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് സോപ്പ് പൊടി ഉണ്ട്. സോപ്പ് പൊടിയും വേറെ വാങ്ങിക്കും ഞങ്ങൾ കേട്ടോ. മറ്റേ ലിക്വിഡ് വാങ്ങിച്ചാൽ സോപ്പ് പൊടിയും മേടിക്കുവേ. കാരണം സോപ്പ് പൊടി നമുക്ക് ഇരിപ്പുണ്ട് അല്ലേ മേ? ഇരിപ്പുണ്ട്. സ്റ്റിഫാൻ ഷൈൻ പശയുടെ ഉണ്ടോ? സ്റ്റിഫാൻ ഷൈൻ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഒരു മിനിറ്റ് നോക്കിയിട്ട് കേട്ടോ ഉണ്ടോന്നേ. ഞാനേ ലിസ്റ്റുകളെല്ലാം എഴുതി കേട്ടോ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ ഈ നരച്ച മുടിയെ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോഴത്തേക്കും ചേട്ടൻ്റെ മുടിയിൽ അതൊന്ന് കാണിച്ച് നോക്കരുതോ എന്നൊക്കെ, അതൊരു കളിയാക്ക് രീതിയാണെന്ന് നമുക്കറിയാം. പക്ഷേ ഞാൻ അതിനകത്തൊന്നും വീഴുന്നയാളല്ല. എൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുടിയെ ഡൈ ചെയ്യുന്ന ഇഷ്ടമില്ല, ഒരിക്കലും തേക്കത്തില്ല. പറഞ്ഞു തേക്കും ഒരു സമയത്ത്, മോൻ്റെ കല്യാണമൊക്കെ വരുമ്പോൾ തേക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഒന്നും തേക്കത്തില്ല. അതിൽ ട്രൈ ചെയ്തിട്ട് എനിക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല കേട്ടല്ലോ. അതുകൊണ്ട് അതാണ് ഞാൻ പ്രത്യേകം പറയാൻ ഉദ്ദേശിച്ചത്. അത് ആരാ പറഞ്ഞതെന്നുള്ളതൊക്കെ അത് കാണുമ്പം മനസ്സിലാവും, പറഞ്ഞവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളിലോട്ട് പോകാം. അപ്പം ഞാൻ പോയി നോക്കാൻ പോയത് എന്നാന്നറിയാം, സ്റ്റിഫാൻ ഷൈൻ തീർന്നു കേട്ടോ, അതില്ല. അപ്പോൾ സ്റ്റിഫാൻ ഷൈൻ ഒരെണ്ണേ. പിന്നെ ഇപ്പൊ ഞാൻ എന്തോ നോക്കിയായിരുന്നല്ലോ അമ്മേ, സ്റ്റിഫാൻ ഷൈന് ഗോതമ്പ് പൊടി. അത് നമ്മൾ ആശീർവാദം വാങ്ങിക്കുന്നത് കേട്ടോ. ആശീർവാദം മേടിക്കും, ലൂസും മേടിക്കും കേട്ടോ. ജീന മാത്രമൊന്നുമല്ല ലൂസ് പൊടി വാങ്ങിക്കുന്നത്, ഞാനും ലൂസ് പൊടിയൊക്കെ വാങ്ങിക്കും കേട്ടോ. അത് ഇപ്രാവശ്യം ജീനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ലൂസ് പൊടി വാങ്ങിക്കാൻ പോകും. അപ്പോൾ ഗോതമ്പ് പൊടി ഞാൻ ആദ്യം ഒരു 3-4 കിലോ വാങ്ങിക്കും. പിന്നെ വേണമെങ്കിൽ മേടിച്ചാൽ മതിയല്ലോ കേട്ടോ. വറുത്തറവ, പുട്ടുപൊടി എല്ലാം എഴുതി. കേട്ടോ, സൂചി ഗോതമ്പ് ഫൈൻ 2. ഇന്നപ്പം അതുണ്ടാക്കാം അല്ലേ? അതൊന്ന് ശരിയിട്ടേക്കാം, ഇപ്പം മേടിച്ചോണ്ട് വരേണ്ടത്. അത് ശരിയിട്ടു. പിന്നെന്തായിരുന്നു, ഞാൻ എന്നിട്ട് കൈ മേടിച്ചോണ്ട് ഇപ്പം വരുന്നത് എന്തിയാ, നമ്മുടെ തൈര് കൈ മേടിച്ചോണ്ട് വരുന്നത് എന്നാന്നറിയാവോ? ഇപ്പം എടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഒരു പച്ചമുളക്, ഇത് കൈ മേടിച്ചോണ്ട് വരാം കേട്ടോ. കൈക്കകത്ത് കൊണ്ടുവരാൻ ഇതിനൊന്നും മനസ്സിലാകത്തില്ലെന്നേ.
കായപ്പൊടി ഒന്നും വേണ്ട. പിന്നെ നമുക്ക് ചെറുപയറൊക്കെ ഇരിപ്പുണ്ട്, തീരട്ടല്ലേ. ഗരം മസാല ഒന്നും വേണ്ട, വെജിറ്റബിൾ മസാല ഒന്നും വേണ്ട. മല്ലിപ്പൊടി, മല്ലിപ്പൊടി മല്ലിപ്പൊടി 2 പാക്കറ്റ് വേണം കേട്ടോ. 2 പാക്കറ്റ് മല്ലിപ്പൊടി. പിന്നെന്താ, ഗോതമ്പ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ള പിന്നെ മേടിച്ചാൽ മതിയല്ലോ. ഇത്രേ ഉള്ളൂ. ഇനി വല്ലതും ഉണ്ടോ നോക്കട്ടെ, തീർന്ന വല്ലതും ഉണ്ടോ നോക്കിയിട്ട് ഞാൻ എഴുതിക്കോളാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലിസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ലിസ്റ്റൊക്കെ എഴുതുന്നത്? എനിക്കിന്ന് നോക്കിയിട്ട് ഒന്നുമില്ല കേട്ടോ. ഞാൻ എല്ലാ ജോലിയും നേരത്തെ കഴിഞ്ഞല്ലോ. തീപ്പട്ടി ഇരിപ്പുണ്ടല്ലോ, തീപ്പട്ടിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. വലിയ ഒരെണ്ണം മുട്ടനായിട്ടൊരെണ്ണം മേടിക്കുമല്ലേ നമ്മൾ. ഇനി ഇല്ലാത്ത നമ്മൾ പിന്നെ എപ്പോഴും പിന്നെ നോക്കും. ഇപ്പം നോക്കിയിട്ടില്ലെങ്കിൽ ഇതിനകത്തോട്ട് കുറച്ചുകൂടെ എഴുതും കേട്ടോ. എഴുതിയിട്ട് എപ്പോഴും പോകുന്നതല്ലേ അല്ലേ, അതുകൊണ്ട് പിന്നെ അത് വലിയ കാര്യമൊന്നുമില്ല. പഴം വേണം, പഴം. ഞാലിപ്പൂവൻ പഴം. കാലേല മരുന്നൊക്കെ മേടിച്ചായിരുന്നു. കാലേല മരുന്നൊന്നും ഇതിൻ്റെ കൂടെ അല്ല. അമ്മ വിചാരിച്ചേ നമ്മുടെ കടയിൽ നിന്നാണ് കാലേല മരുന്ന് വാങ്ങിക്കുന്നത്. അയ്യോ. പഴം, ഏത്തപ്പഴവും പഴവും. പിന്നെ പച്ചക്കറി എന്തെങ്കിലും അവിടെ ചെന്ന് നിൽക്കുമ്പോഴേ വാങ്ങിക്കത്തുള്ളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.